അളിയനൊന്നും പറഞ്ഞില്ല. എല്ലാവരും അവരവരെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ആരും എന്നെ കുറിച്ച് മാത്രം ഓർക്കുന്നില്ല. ഓർക്കാഞ്ഞിട്ടല്ല കുഞ്ഞളിയ, ചന്ദ്ര എന്തായാലും ഒഴിവാക്കിയല്ലേ പറ്റൂ. അതൊരു തർക്കത്തിലേക്കും കോടതി വിചാരണയിലേക്കും പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒരൊറ്റ വഴി, ഒരൊറ്റ ആപ്ലിക്കേഷനിലെല്ലാം തീരുന്നത്. ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് പിരിയുന്നു. എന്തൊക്കെ പറഞ്ഞാലും അതല്ലേ അളിയ നല്ലത്. പ്രേമ അളിയന്റെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ പ്രപ്പോസൽ അങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ടതാണ് എൻ്റെ അഭിപ്രായം. പ്രപ്പോസൽ അല്ല അളിയ, പകരം ചോദിക്കുന്നതാണ് എന്റെ പ്രശ്നം. വിഷ്ണു ആരാണെന്ന് അളിയനും അറിയാലോ. ഞാനും കൂടി കഷ്ടപ്പെട്ടിട്ടാ അവനെ നകത്താക്കിയത്. അങ്ങനെയുള്ളവനെ ഞാൻ തന്നെ പുറത്തിറക്കിയ മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ദേവികയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അളിയ, ഇത് ദേവിക്കും കൂടെ വേണ്ടിയല്ലേ? ഇതൊരു അവസരമാണ്. ഇനി ഇങ്ങനൊരു അവസരം കിട്ടാനില്ല. ഒന്ന് സമ്മതിക്കളിയ. അതുകൊണ്ട് എല്ലാവർക്കും ഗുണമേ ഉണ്ടാവുള്ളൂ. എനിക്ക് മാത്രം ദോഷവും. അളിയ, ദേവികയെ ഭാര്യയായി കിട്ടാൻ അളിയൻ കാണിക്കുന്ന ഒരു ത്യാഗം, ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇത്തവണ ഒന്ന് മുറുകെ പിടിച്ചാൽ ചന്ദ്ര എവിടെ നിന്ന് തെറിക്കും. അവള് കാരണം നമ്മൾ എന്തൊക്കെ കഷ്ടങ്ങളാണ് അനുഭവിച്ചത്. പ്രേമ ജയിലിൽ വരെ കിടന്നു. ഇനി വിഷ്ണുവും കൂടെ പുറത്തിറങ്ങിയാൽ എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. അതൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ല വഴി ഇത് തന്നെ അളിയാ. ഉടനെ സമ്മതം പറയണമെന്നില്ല അളിയാ, നല്ലോണം ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇനി ആലോചിക്കാനൊന്നുമില്ല അളിയ. ആദ്യം പ്രേമിച്ച് വന്നു, പിന്നെ ചന്ദ്ര വന്നു, ഇപ്പൊ അളിയനും വന്നു. ഇനി അച്ഛനും കൂടി വരും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സമ്മതിക്കുക. പക്ഷെ ഒരു കാര്യം, ഡിവോഴ്സ് മാത്രം പോരെ എനിക്ക്. എന്റെ വേറൊരു ഡിമാൻഡ് കൂടി ചന്ദ്ര സമ്മതിക്കേണ്ടി വരും. എങ്കിലും ഡീൽ നടക്കും. അതെന്താ കുഞ്ഞോളെ അങ്ങനെ ഒരു ഡിമാൻഡ്? അത് പുതിയത്? അത് ഞാൻ ചന്ദ്രയോട് നേരിട്ട് പറഞ്ഞോളിയ. ശരി, ഞാൻ ചന്ദ്രയോട് ഇങ്ങോട്ട് വരാൻ പറയാം. വിളിച്ചെന്ന് പറഞ്ഞു. വിഷ്ണുവിനെ ഞാൻ തന്നെ പുറത്തിറക്കും. പകരം നീ എനിക്ക് ഡിവോഴ്സ് അനുഭവിച്ചു തരും. വേറെന്തോ ഡിമാൻഡ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു അമൃതേട്ടൻ. അതെ, അതിനെക്കുറിച്ച് സംസാരിക്കാനാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ആ മാല ഇപ്പൊ എവിടെയുണ്ട്? ഏത് മാല? ഓർമ്മയില്ലേ, ശരത്തിനെ പുറത്തിറക്കാൻ നീ വാങ്ങിയ ദേവികയുടെ അമ്മ പാർവതി അമ്മയുടെ താലിമാല? അതെന്റെ കയ്യിലില്ല. എവിടെ പോയി? വിറ്റോ അതോ പണയം വെച്ചോ? ആ മാല എന്തിനാ സിദ്ധുവേട്ടന്? ആ മാല എനിക്ക് വേണം.
എനിക്കൊരു ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ മാലയാണ് എൻ്റെ ഡിമാൻഡ്. അതെൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം.